ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ദീപി നെയിം അരുണയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് പുലർച്ചയ്ക്ക് എണീറ്റു. പിന്നെ എന്നാ പറയുക, സാധാരണ വീട്ടിലത്തെ പണികളും പിന്നെ ഹസ്ബൻഡ് 5 o'clock പോയി. അപ്പോൾ 3-3:30 എണീക്കും. ഞാനൊരു പുലാവ് ഉണ്ടാക്കി കൊടുത്തുനിന്ന് അങ്ങനെ നല്ലൊരു ദിവസമായി ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്തതിന് ഭയങ്കര സങ്കടമുണ്ട്. കാരണം ഭയങ്കര പണികളായിരുന്നു ഇന്നലെ. അപ്പം എനിക്ക് സമയം കിട്ടിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു വൈ നോട്ട് ടുഡേ. അപ്പം മോർണിംഗ് തന്നെ ഒരു വ്ളോഗ് ഇട്ടേക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് താങ്ക് യു പറയാനുണ്ട്. കുറേ പേര് ലൈക്ക് തന്നിട്ടുണ്ട്, കമൻറ്റ്സ് തന്നിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇത്രയും വേഗത്തിൽ എനിക്ക് ഇത്രയും ലൈക്സും സബ്സ്ക്രൈബേഴ്സും വന്നതിന് വളരെ വളരെ സന്തോഷമുണ്ട്. എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ഇത്രയും ജനങ്ങൾ ഇവിടെ ഉണ്ടല്ലോ എന്നുള്ളതാണ് എൻ്റെ സന്തോഷം. പറയാൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്ക് ഇന്നത്തെ കണ്ടൻറ്റ് ആംബിഷനെ കുറിച്ച് പറയാനാണ് ഞാൻ വന്നത്. അപ്പോൾ എൻ്റെ കുട്ടികാലത്ത് ഇത് പേഴ്സണലായിട്ട് ആരും എടുക്കരുത്. ഇത് എൻ്റെ കാര്യമായിട്ട് റിലേറ്റായിട്ട് ഞാൻ പറയുവാണ്. പക്ഷേ ഒരു 50-60% പീപ്പിൾ ഇതിനെ അഗ്രി ചെയ്യുന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. എന്നു വെച്ചാൽ ആംബിഷൻ. സോ ലെറ്റ്സ് ഞാനൊരു pre-KG മുതൽ ഒരു 3rd 4th സ്റ്റാൻഡേർഡ് വരെ എന്നാ പറയുക, ഇപ്പോൾ നമ്മൾ സ്കൂളിൽ ജോയിൻ ചെയ്യുമ്പം ഫസ്റ്റ് ഡേ എപ്പോഴും ഹാഫ് ഡേ ക്ലാസ് ആയിരിക്കും, നല്ലൊരു ദിവസമായിരിക്കും. ടീച്ചേഴ്സ് അങ്ങനെ ക്ലാസ്സസ് ഒന്നും എടുക്കത്തില്ല. അപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ റൗണ്ട് പോലെ ഉള്ള ഒരു സിറ്റുവേഷനാണല്ലോ. അപ്പോൾ ആ സമയത്ത് ടീച്ചർ ചോദിക്കും, മോളെ അരുണേ, നിനക്ക് എന്താ ആംബിഷൻ? സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ വാട്ട്സ് യുവർ ആംബിഷൻ ഇംഗ്ലീഷ് ചോദിക്കാം. അപ്പം നമ്മൾ പറയും ടീച്ചർ. കാരണം സാധാരണ എല്ലാ പിള്ളേരുടെയും വായിൽ വരുന്നത് ആ ഒരു ഇതാണ്, ടീച്ചർ ആവണം എന്നുള്ളതാണ്. പക്ഷെ അതെന്താ സംഭവം, എന്ത് ഒന്നും അറിയത്തില്ല. പക്ഷേ എല്ലാവരും പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട്. മൈ ബി ബിക്കോസ് ഓഫ് ദാറ്റ് ഞാനത് പറഞ്ഞു, എനിക്കറിഞ്ഞൂടാ. അപ്പം ഞാൻ വീട്ടിൽ വന്നിട്ട്, അമ്മയാണ് എൻ്റെ സ്റ്റുഡൻറ്റ് എപ്പോഴും, എനിക്കും എൻ്റെ അനിയത്തിക്കും. ഞങ്ങൾ രണ്ടാളും ടീച്ചേഴ്സാണ്. അപ്പോൾ അമ്മയൊരു സ്ഥലത്തിരുത്തി, അമ്മയും പാവം കോപ്പറേറ്റ് ചെയ്യാറുണ്ട്. അമ്മയൊരു സ്ഥലത്തിരുത്തിയിട്ട് ഒരു ചുള്ളിക്കമ്പൊക്കെ എടുത്തിട്ട് അമ്മ അടിക്കുന്ന പോലെ ഒരു ബെഞ്ചിലേക്കോ ചുമരിലേക്കോ പിന്നെ എന്നാ പറയുക തറയിലോ അടിച്ചിട്ട് പിന്നെ കുറേ റൈംസ് അറിയുന്നതൊക്കെ പറഞ്ഞ്, പിന്നെ അമ്മയൊരു സ്റ്റുഡൻ്റ് ആക്കും. പിന്നെ അച്ഛൻ ജോലിക്ക് പോകുന്നതുകൊണ്ട് അച്ഛനൊരു സ്റ്റുഡൻ്റ് ആക്കാൻ പറ്റില്ല അവിടെ. അപ്പോൾ അമ്മയാണ് പാവം എല്ലാത്തിനും കോപ്പറേറ്റ് ചെയ്തിട്ട് ആ ഒരു സമയത്ത് ഈ സാറ്റർഡേ സൺഡേ ആകുമ്പോൾ ഇതാണ് ഞങ്ങളുടെ പണി. ഒരു തോർത്തുമുണ്ട് ഇങ്ങനെ കെട്ടിയിട്ട്, ഒരു ടീച്ചറുടെ സാരിയുടെ പല്ലു പോലെ ജസ്റ്റ് ഇങ്ങനെ കെട്ടിയിട്ട്, പിന്നെ ഈ ടീച്ചർ കളിയാണ് എപ്പം നോക്കിയാലും ടീച്ചർ കളിക്കുന്നത്. ബോർഡൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ചോക്ക് പീസ് കൊണ്ട് ചുമരിൽ എഴുതുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒരു 4th സ്റ്റാൻഡേർഡ് വരെ അതായിരുന്നു ആംബിഷൻ. പിന്നെ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, 4th കഴിഞ്ഞിട്ട് പിന്നെ 5th 6th 7th ആകുമ്പം പിന്നെയും ഇതുപോലെ ഫസ്റ്റ് ആഫ്റ്റർ വെക്കേഷൻ, ഏപ്രിൽ മെയ് വെക്കേഷൻ കഴിയുമ്പം പിന്നെ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ആദ്യത്തെ ക്ലാസ്സൊക്കെ ഒരു ഹാഫ് ഡേ ക്ലാസ് ഉണ്ട്. അപ്പോൾ പുതിയ ടീച്ചേഴ്സ് വരും, അല്ലെങ്കിൽ വന്ന ടീച്ചേഴ്സ് ഞാൻ ആ ക്ലാസ് ടീച്ചറിന് ഇൻട്രൊഡക്ഷൻ പറയും. അപ്പോൾ പിന്നെയും ചോദിക്കും. അപ്പോൾ എല്ലാവരും ഒരു ഇൻട്രൊഡക്ഷൻ തന്നെ, എന്നാ പേര്, എന്താ ആംബിഷൻ ഒക്കെ ചോദിക്കുമല്ലോ. അപ്പോൾ എൻ്റെ ടേൺ വരുമ്പം ഞാൻ പെട്ടെന്ന് ഈ 5th 6th ഒക്കെ ആകുമ്പം നമ്മൾ കുറച്ച് വലുതായല്ലോ, അപ്പോൾ തോട്ട്സും വലുതായി. അപ്പോൾ ഞാൻ ഡോക്ടർ എന്ന് പറയും. സംഭവം എന്താണെന്ന് എനിക്കറിയില്ല. ഡോക്ടർ എന്ന് വെച്ചാൽ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്ന ഒരാളാണ്, മരുന്ന് കൊടുക്കുന്ന ഒരാളാണ് എന്നുള്ളതിൽ ഞാൻ പറയും. അപ്പം ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് പിന്നെ അതങ്ങനെ വീട്ടിൽ വന്നാലും ഒരു എന്തെങ്കിലും സ്റ്റെതസ്കോപ്പ് പോലെ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് അമ്മയുടെ നെഞ്ചത്തേക്ക് വെക്കുന്നത്, സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് അമ്മേ ശ്വാസം വലിക്കുക, ഇപ്പോൾ ഒന്നും കുഴപ്പമില്ല, എന്തെങ്കിലും ഈ ഡോക്ടേഴ്സ് പറയുന്ന ആ ലാംഗ്വേജ് മൊത്തം ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. ഞാനും അനിയത്തി ഇത് കൂടുതൽ കളിച്ചിട്ടുണ്ട്, സ്പെഷ്യലി ടീച്ചർ. അങ്ങനെയായി. പിന്നെ 8th 9th 10th ഹൈസ്കൂളിൽ. അപ്പോൾ ആംബിഷൻ പറഞ്ഞ സംഭവം എൻ്റെ മൈൻഡിലേ ഇല്ല. ഐ മീൻ ടു സേ 8, 9, 10 ഇസ് എ ടേണിംഗ് പോയിൻ്റ് ഇൻ യുവർ ലൈഫ്. പേരൻസ് ഭയങ്കര എന്നാ പറയുക ഇതിലാണ്, ചൂടിലായിരിക്കും. ഓക്കെ, നീ പഠിക്കണം, നന്നായി മാർക്ക് എടുക്കണം. 10th ഒക്കെ ടേണിംഗ് പോയിൻ്റാണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫുള്ളൂ. പിന്നെ 10th ഫെയിലായി അങ്ങനെ ഇങ്ങനെയാണ്. അത് സൊസൈറ്റി ആണെങ്കിലും ശരി, പേരൻസ് ആണെങ്കിലും ശരി, ടീച്ചേഴ്സ് ആണെങ്കിലും ശരി, ആ ഒരു കോൺഷ്യസ്നെസ് നമുക്ക് തരും. അപ്പോൾ 8, 9, 10 എനിക്ക് ഐ മീൻ ടു സേ എനിക്ക് യാതൊരു ആംബിഷനും ഇല്ല കേട്ടോ. ഐ നെവർ തോട്ട് അബൌട്ട് ദാറ്റ്. എന്തെങ്കിലും വരണ വഴിക്ക് വരട്ടെ എന്നുള്ളതാണ് എൻ്റേത്. പിന്നെ 10th കഴിഞ്ഞ് പാസ്സായി, ആ മാർക്ക് കിട്ടിയതിനനുസരിച്ച് പിന്നെ കോളേജ് അഡ്മിഷൻ എവിടെയെന്ന് വെച്ചാൽ അത് പിന്നെ PUC ആണെങ്കിൽ PUC. പിന്നെ PUCയിൽ എത്ര മാർക്സ് നമ്മുടെ സ്കൂളിൽ വലിയ മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് BCom സീറ്റേ കിട്ടിയുള്ളൂ. എനിക്ക് വേറെ BA ലിറ്ററേച്ചർ അങ്ങനെ എന്തൊക്കെ ആയിരുന്നു. പക്ഷേ അതാ പറയുന്നത്, ആംബിഷൻ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. കിട്ടിയ സീറ്റിന് പോയി BCom കയറി.
പിന്നെ ഇതൊന്നും അല്ല, ഡിഗ്രി റിസൾട്ടിന് വെയിറ്റ് ചെയ്തു, പെട്ടെന്ന് ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് കുറച്ച് വീട്ടിലെ പ്രശ്നങ്ങളായിരുന്നു. പിന്നെ അപ്പോൾ എനിക്ക് വരേണ്ടി വന്നു. അപ്പോൾ ബാംഗ്ലൂർ വന്ന് ഒരു ജോലി കിട്ടി. ഇതിനും അതിനും റിലേറ്റഡ് ആയിട്ട് ഒരു ജോലി എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ ആംബിഷൻ ഞാൻ എന്തൊക്കെ പറഞ്ഞു, ടീച്ചർ, ഡോക്ടർ എന്നൊക്കെ പറഞ്ഞാൽ, എഞ്ചിനീയർ പറഞ്ഞില്ല, പക്ഷേ അതൊന്നും അല്ല എനിക്ക് കിട്ടിയത്. ഇവിടെ ഒരു കോൾ സെൻറ്ററിൽ ഒരു കസ്റ്റമർ സപ്പോർട്ടും സെയിൽസ് റെപ്പായിട്ടൊക്കെയാണ് ഞാൻ മറ്റ് ഇൻ്റർനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ട് വന്നിരുന്നത്. അപ്പം ഞാൻ പറയാൻ വരുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ചെറിയ കുട്ടികളായിരിക്കുമ്പം വായി തോന്നിയാൽ നമ്മളിങ്ങനെ പറയുന്നുണ്ട്. ചിലവർക്ക് ചിലപ്പോൾ ഞാനും ബുദ്ധിയോടെ പറയുമായിരിക്കും. പക്ഷേ എൻ്റെ വരുന്നത്, ഇത് പേഴ്സണലായിട്ട് ഞാൻ പറയുകയാണ്, 50 to 60% പീപ്പിൾ ഇത് അഗ്രി ചെയ്യുമായിരിക്കും. നിങ്ങൾ എന്താ പറയുന്നത്? കറക്റ്റ് അല്ലേ? അപ്പോൾ അങ്ങനെ അഗ്രി ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പ്ലീസ് എന്നെ ക്ഷമിക്കണം. അപ്പോൾ ഈ ആംബിഷൻ എന്ന് പറയുന്നത് നമുക്ക് ചെറുപ്പകാലത്ത് നമുക്കൊന്നും അറിയില്ല. പിന്നെ വലുതാകും നമ്മുടെ വഴി എന്താ വരുന്നത് വെച്ചാൽ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് സ്വീകരിച്ച് നമ്മളിങ്ങനെ പോകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കണ്ടൻറ്റ്. അപ്പം പേഴ്സണലായിട്ട് ആരും എടുക്കരുത്, ഇത് എൻ്റെ ഒരു പേഴ്സണൽ തോട്ടാണ്. അപ്പോൾ വളരെ നന്ദിയുണ്ട് എല്ലാവരെയും ലൈക്സും സബ്സ്ക്രൈബും. വൺസ് അഗെയിൻ ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. ഇനിയും പ്രോത്സാഹിപ്പിക്കുക, ഇനിയും ഞാൻ കുറേ കണ്ടൻറ്റായിട്ട് വരും. അപ്പം പിന്നെ കാണാം. ഞാൻ വിട പറയുകയാണ്. ഇപ്പം നിങ്ങളുടെ ചെവി ഞാൻ ഇനി തിന്നുന്നില്ല. അപ്പോൾ വിട പറയുകയാണ്. ചക്കരയുമാ.